ഹലോ എവ്രി വൺ, വെൽക്കം ടു നാനാൻ അക്കാദമി. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സീരീസിലെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, എന്താണ് വേണാട് ഉടമ്പടി? എന്താണ് വേണാട് ഉടമ്പടി? ഉത്തരം 1721 ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം 1723 വേണാട് രാജാവും മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. അന്ന് വേണാട് യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് വേണാട് ഉടമ്പടി. രണ്ടാമത്തെ ചോദ്യം, ആരൊക്കെ തമ്മിലാണ് 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? ആരൊക്കെ തമ്മിലാണ് 1723 വേണാട് ഉടമ്പടി? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ആണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ച ആൾക്കാർ. മൂന്നാമത്തെ ചോദ്യം, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. നാലാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ഇരുമ്പും നിണവും നയം ഉപയോഗിച്ച് ഭരിച്ച രാജാവ്? തിരുവിതാംകൂറിൽ ഇരുമ്പും നിണവും എന്ന നയം ഉപയോഗിച്ച് ഭരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ഇരുമ്പും നിണവും ആരുടെ നയമായിരുന്നു? മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ നയമായിരുന്നു ഇരുമ്പും നിണവും. അഞ്ചാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ വേണാട് ഭരണാധികാരി? ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണി. ആറാമത്തെ ചോദ്യം, ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെട്ട രാജാവ് ആരാണ്? ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെട്ട രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെട്ട രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏഴാമത്തെ ചോദ്യം, വലിയ ദിവാഞ്ചി എന്നറിയപ്പെട്ടത് രാജ കേശവദാസ്. വലിയ ദിവാഞ്ചി എന്നറിയപ്പെട്ടത് ആരാണ്? രാജ കേശവദാസ്. എട്ടാമത്തെ ചോദ്യം, മതിലകം രേഖകൾ അഥവാ ഗ്രന്ഥവരി ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മതിലകം രേഖകൾ അഥവാ ഗ്രന്ഥവരി രേഖകൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താളിയോല രേഖകളായ മതിലകം രേഖകൾ അഥവാ ഗ്രന്ഥവരി രേഖകൾ പ്രധാനമായും തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. മതിലകം രേഖകൾ അഥവാ ഗ്രന്ഥവരി രേഖകൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. അത് പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താളിയോല രേഖകളാണ്. ഒൻപതാമത്തെ ചോദ്യം, കന്യാകുമാരിയിൽ വട്ടക്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി? കന്യാകുമാരിയിൽ വട്ടക്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? കന്യാകുമാരിയിൽ വട്ടക്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ.
10ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബഡ്ജറ്റ് കൊണ്ടുവന്നത് ഏത് രാജാവാണ്? തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബഡ്ജറ്റ് കൊണ്ടുവന്നത് ഏത് രാജാവാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബഡ്ജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. ബഡ്ജറ്റ് സമ്പ്രദായം അഥവാ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ. 11ാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. 12ാമത്തെ ചോദ്യം, പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞ് ഒറ്റക്കൽ മണ്ഡപവും മ്യൂറൽ പെയിൻറ്റിങ്ങും കൊണ്ടുവന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞ് ഒറ്റക്കൽ മണ്ഡപവും മ്യൂറൽ പെയിൻറ്റിങ്ങും കൊണ്ടുവന്നത് ഏത് രാജാവാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒറ്റക്കൽ മണ്ഡപം പണിതത് മാർത്താണ്ഡവർമ്മയാണ്. 13ാമത്തെ ചോദ്യം, ടിപ്പുവിൻ്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ നെടുങ്കോട്ട പണിത തിരുവിതാംകൂർ രാജാവ്. ടിപ്പുവിൻ്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ നെടുങ്കോട്ട പണിത തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ധർമ്മരാജ. ടിപ്പുവിൻ്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി നെടുങ്കോട്ട പണിത തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്ന് വിളിക്കുന്നത്. 14ാമത്തെ ചോദ്യം, 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ഏത് രാജാവാണ്? ധർമ്മരാജ. ഒന്നാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ. 15ാമത്തെ ചോദ്യം, ധർമ്മരാജ ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകൾ. ധർമ്മരാജ ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകൾ കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട. ധർമ്മരാജ ഡച്ചുകാരിൽ നിന്ന് വിലക്ക് വാങ്ങിയത് കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട. 17ാമത്തെ ചോദ്യം, രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത്. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? മോണിങ്ടൺ പ്രഭു. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭു. 18ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എവിടെയാണ്? മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എവിടെയാണ്? ഉത്തരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എവിടെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. 19ാമത്തെ ചോദ്യം, 1766 തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ. 20ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ സേനാപതി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ സേനാപതി ആയിരുന്നത് രാമയ്യൻ ദളവ.